തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണക്ഷാമം എന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ നിർബന്ധിതരായ ആരോഗ്യവകുപ്പ്. ഇത് സംവിധാനത്തിന്റെ വീഴ്ചയാണെന്ന് സംബന്ധിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രത്യേക സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ആരോഗ്യ സംവിധാനങ്ങൾക്കാണ് നാണക്കേട്. ഗതികേട് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് യൂറോളജി വിഭാഗം മേധാവി തുറന്നടിച്ചത്. മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിട്ട് പോലും നടപടിയില്ലെന്ന ഹാരിസിന്റെ ആരോപണങ്ങളെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം ഇങ്ങനെയാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. പക്ഷേ കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മന്ത്രി വീണ ജോർജിന് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായി. മറ്റ് വകുപ്പ് മേധാവികൾക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞിട്ടും പൊതുജന പിന്തുണ ഹാരിസിനായിരുന്നു. ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് നിർബന്ധിതരായി. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇന്നലെ 3 സർജറി ചെയ്തു, 4ാമത്തെ സർജറി ചെയ്യുമ്പോൾ ആ മെഷീൻ്റെ പ്രോബിന് കേടുപാടുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അടുത്തത് ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത്. കിഫ്ബി ഫണ്ടും കോടികളുമൊക്കെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ചെലവാക്കുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെ. പക്ഷെ കേരളത്തിലെ ഒരു വലിയ ആശുപത്രിയിലെ യൂറോളജി വിഭാഗം തലവൻ ചികിത്സാ പ്രതിസന്ധിയെക്കുറിച്ച് മന്ത്രിയുടെ ഓഫീസിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിലെ കാരണം കൂടി വേണം അന്വേഷിക്കാൻ.